ഹായ് എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു റിച്ച് ചാറ്റ് ടോക്സ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? എനിക്ക് നല്ല ദിവസം തന്നെ ആയിരുന്നു. നമുക്ക് നാളെ നേരെ ടൈം കളയാതെ നിഫ്റ്റി നമുക്ക് ജസ്റ്റ് നോക്കാം. നിഫ്റ്റി കണ്ടോ, ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത് ഒരു ഡോജി ഫോർമേഷനിലാണ്. ഒരു ഡോജി ഫോർമേഷൻസ് നമുക്കറിയാലോ, അവിടെ എന്താ പറയാ, അവിടെ ഒരു എന്താ പറയാ, ഒരു ടഗ് ഓഫ് വാർ നടന്നിട്ടുണ്ട്. അവിടെ ഒരു അടംവലി നടന്നു. ഈ ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു വാർ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഡോജി ഉദ്ദേശിക്കുന്നത്. അവിടെ കൺഫ്യൂഷൻ, ഒരു ഇൻഡിസിഷൻ അവിടെ നടന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഡോജി ഇന്ന് വന്നിട്ടുള്ളത്, അല്ലെ? അപ്പം ഈ ഡോജി വന്ന ഏരിയ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. വന്ന് ഉള്ളത് എവിടെയാണ്? ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 24,200 ആ ഒരു മേജർ റെസിസ്റ്റൻസിലാണ് ഇന്ന് ഇത് ക്ലോസ് ആയിട്ടുള്ളത്, അല്ലെ? അപ്പൊ ഇതിന്റെ മുകളിലോട്ട് നാളെ ഇതിന്റെ മുകളിൽ ഓപ്പൺ ആകുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലോട്ടുള്ള ഒരു പൊസിഷൻ നമുക്ക് നാളെ ട്രേഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ നാളെ അത് വളരെ ക്രൂഷ്യലാണ്. പിന്നെ അതിന്റെ മറു സൈഡിൽ എന്താണെന്ന് വെച്ചാല് നമ്മുടെ നിഫ്റ്റിയുടെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഒരു എക്സ്പയറി കൂടെ വരാൻ പോവാണ്. അപ്പൊ നമുക്ക് 24,200 നമുക്ക് ജസ്റ്റ് ഡാറ്റ ഒന്ന് നോക്കാം. 24,200 നിഫ്റ്റിയുടെ ഡാറ്റ കണ്ടോ? നിഫ്റ്റിയുടെ ഡാറ്റ 24,200 1,23,517 കോൾ റേറ്റേഴ്സ് ഉണ്ട് അവിടെ. ഓക്കെ, ഇവിടെ പുട്ടിൽ 67,000 ഉള്ളു. നേരെ ഡബിൾ ഉണ്ട് അവിടെ. അതാണ് ഇന്ന് ആ ഏരിയ നിഫ്റ്റി ബ്രേക്ക് ചെയ്യാൻ ഇത്രയും പാടുപെട്ടത്. കാരണം അത് ബ്രേക്ക് ചെയ്യാൻ നിഫ്റ്റി അത്യാവശ്യം നല്ല ഇത് കഴിഞ്ഞ പിന്നെ നിഫ്റ്റിയുടെ അടുത്ത ഏറ്റവും കൂടുതൽ ഡാറ്റ ഉള്ളത് 24,500 അപ്പൊ ഇത് നാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലോട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് നാളത്തെ വെരി ക്രൂഷ്യൽ ആണ്. കാരണം ഇങ്ങനെ ഒരു ഡോജി ഫോർമേഷൻ വന്നത് എല്ലാവരും ഇപ്പം ശ്രദ്ധിക്കാത്തവരെല്ലാവരും ഈ വീഡിയോ കാണുന്നതിനും ഒന്ന് വാച്ച് ചെയ്യണം. കാരണം നമുക്ക് ഇതൊന്ന് ഡേ ഹൈ ഡേ ലോ എന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നാളെ ഒരു ട്രേഡ് ഇല്ല. ഓക്കെ, അത് ആദ്യം നമുക്ക് മെൻഷൻ ചെയ്യാം. ഇതിന്റെ ഉള്ളിൽ നമുക്ക് നാളെ ഒരു ട്രേഡ് ഇല്ല. നിഫ്റ്റിയുടെ നോ ട്രേഡിംഗ് സോൺ ഈ ആദ്യം നമുക്ക് എഴുതി വെച്ചേക്കാം. ഇതിന്റെ ഉള്ളിൽ നമുക്കൊരു ട്രേഡ് നാളെ ചെയ്യാൻ പാടില്ല. അത് നമുക്ക് ഇപ്പൊ തന്നെ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇനി നമുക്ക് നേരെ നിഫ്റ്റിയുടെ 15 മിനിറ്റ്സിലോട്ട് പോവാം. ഓക്കെ, 15 മിനിറ്റ്സിൽ അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇതിന്റെ മുകളിലോട്ട് നാളെ വരികയാണെങ്കിൽ മാത്രമേ ഇതിന്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 24,400 എന്ന് പറഞ്ഞൊരു ടാർഗറ്റും അതിന്റെ മുകളിൽ 24,400 നിൽക്കാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവിടെ നല്ല റെസിസ്റ്റൻസ് ഉണ്ട് ആസ് പെർ ഡാറ്റ. കാരണം അവിടെ ഒരുപാട് കൂടുതലാണ് 24,500. അപ്പം ഇവിടെ ഇത് ബ്രേക്ക് ചെയ്താൽ തന്നെ അവിടെ അങ്ങോട്ടേ പോകാൻ ചാൻസ് ഉള്ളൂ. ഇനി താഴോട്ട് അപ്പം നമുക്ക് നാളെ ജസ്റ്റ് ഒന്ന് നാളെ സ്മോളർ ടൈം ഫ്രെയിമിൽ നോക്കാം. അപ്പൊ നാളെ ഈ ഒരു ഏരിയയിൽ നാളെ ട്രേഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നാളെ ട്രേഡ് ചെയ്യാൻ പാടില്ല. ഇതിന്റെ ഉള്ളില് ഓക്കെ, ഇതിന്റെ താഴെ ഇനി 24,800 23,800 ഈ ഒരു ഏരിയ താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴോട്ട് ഒരു പുട്ട് സൈഡിലുള്ള ട്രേഡ് നോക്കാൻ പാടുള്ളൂ. കാരണം 23,800 നമ്മുടെ ഒരു ക്രൂഷ്യൽ ഏരിയ ആണ്. അപ്പം നാളെ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ 23,800 വന്ന് സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അപ് ട്രെൻഡിലുള്ള ഒരു മാർക്കറ്റിനെ നമുക്ക് ഒരിക്കലും താഴോട്ട് എടുക്കുന്നത് സേഫ് അല്ല. അപ്പം നാളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാളെ ഈ ഒരു ലെവലിൽ നാളെ ട്രേഡ് ചെയ്യുക. ഇതിന്റെ മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മുകളിലോട്ട് ട്രേഡ് നോക്കുക. അതുവരെ ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഈ 23,749 മീൻസ് 23,800. ഓക്കെ, 23,800 ഇതിന് താഴോട്ട് വരികയാണെങ്കിൽ 23,800 എന്ന് പറയുന്ന ലെവലിൽ താഴോട്ട് ബ്രേക്ക് ചെയ്യുന്നവരെ താഴോട്ട് ഒരു ട്രേഡും നാളെ എടുക്കാതിരിക്കുക. ഓക്കെ, ആസ് പെർ ഗ്ലോബൽ കണ്ടീഷൻ എല്ലാം എന്താ പറയാ, ഡോളർ ഇൻഡെക്സ് താഴോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എമർജിംഗ് മാർക്കറ്റ് ഒക്കെ മുകളിലോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇൻവെസ്റ്റേഴ്സ് ഒക്കെ എമർജിംഗ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ നാളെ ഇതിന്റെ മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ജസ്റ്റ് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈയിലാണുള്ളത്. അപ്പം ബാങ്ക് നിഫ്റ്റിനെ ഇന്നലെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാങ്ക് നിഫ്റ്റി നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ
ബാങ്ക് നിഫ്റ്റി അത് ബ്രേക്ക് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം നാളെ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നാളെ ബാങ്ക് നിഫ്റ്റി ഇതിന് മുകളിൽ ഒരു എന്താ പറയുക ഒരു ഓപ്പൺ തരികയാണെങ്കിൽ മാത്രം, ഇതിന് മുകളിൽ ഓപ്പൺ തരികയാണെങ്കിൽ മാത്രം 1:2 എന്നൊരു ലെവലിൽ ട്രേഡ് ചെയ്യുക. ഓക്കെ, ഈ ഏരിയയിൽ ട്രേഡ് ചെയ്യരുത്. ഈ ഏരിയയിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസ് ഉള്ള ചാൻസ് കൂടുതലാണ്. ഒന്നാമത് നിഫ്റ്റിയുടെ എല്ലാം ഇതും എന്താ പറയുക എക്സ്പയറിയും വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നോൺ ട്രേഡ് ബാങ്ക് നിഫ്റ്റിയും ഈ ഏരിയയിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ബാങ്ക് നിഫ്റ്റി നാളെ ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഫൈനാൻസ് ബാങ്കുകൾ, നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കുകളൊക്കെ നല്ല Q4 റിസൾട്ട് വന്നിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി അപ്പം നാളെ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു 1:2 ടാർഗറ്റ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുക. ഒരുപാട് നേരം ഹോൾഡ് ചെയ്യാതിരിക്കുക. ഒരു 100 പോയിന്റ്സ് ഒക്കെ എടുത്തിട്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി വരിക. ഓക്കെ, പ്രീമിയത്തിലൊരു 250 പോയിന്റ്സ് അറൗണ്ട് ഒക്കെ എടുത്തിട്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി വരിക. ഒരുപാട് നേരം മാർക്കറ്റിൽ ഹോൾഡ് ചെയ്യരുത്. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ. അത് കഴിഞ്ഞ് ബാങ്ക് നിഫ്റ്റി നല്ലോണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിഫ്റ്റി എപ്പോഴും നാളെ ട്രേഡ് ചെയ്യാനിരിക്കുമ്പം ഇത് മനസ്സിൽ വെക്കുക, നിഫ്റ്റിയുടെ ഈ ഒരു കണ്ടീഷൻ. പിന്നെ ഗ്ലോബൽ മാർക്കറ്റൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഇപ്പം നൗ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് അപ്പാണ്. ബട്ട് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാം. ഇതിന്റെ മുകളിൽ ഒരു ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യുക, തിരിച്ചു വന്നിട്ട് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിൽ പോകാൻ ഹോൾഡ് ചെയ്യുക. അങ്ങനെ വരികയാണെങ്കിൽ 24,400, 24,700, അങ്ങനെ 25,000 അങ്ങനെ മുകളിലുള്ളത് നമുക്ക് കാണാൻ കഴിയും. താഴോട്ടും ട്രേഡ് ചെയ്യാൻ പാടില്ല. 23,800 ബ്രേക്ക് ചെയ്ത് താഴെ വരുന്നവരെ, അല്ലെങ്കിൽ സ്കാപ്പിലൊക്കെ ചെയ്യുന്നവർക്ക് ഇത് താഴോട്ട് വരുന്നെങ്കിൽ ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്യാം. പക്ഷെ ഇറ്റ്സ് നോട്ട് സേഫ്. ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഡയറക്ഷൻ ട്രേഡിലാണ് ഞാൻ അങ്ങനെ ഒരു ഡയറക്ഷൻ കിട്ടിയാൽ മാത്രമേ ട്രേഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. Thank you everyone.